എല്ലാവർക്കും സൂര്യ കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സൂര്യ രഞ്ജീഷ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് ഞാനൊരു സാധാരണ നമ്മൾ വെണ്ടയ്ക്ക വെച്ച് പല പല ഐറ്റംസ് ഉണ്ടാക്കി കാണിക്കാറുണ്ട്. അപ്പോൾ ഞാനിന്ന് വെണ്ടയ്ക്ക വെച്ച് നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന എന്താണ്, വെണ്ടയ്ക്ക തോരൻ വെക്കും, മെഴുക്കുവരട്ടി വെക്കും. അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ചപ്പാത്തിക്കും നാന് ഈവൻ നമുക്ക് ബ്രെഡിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം, ചോറിന് സൈഡ് ഡിഷ് ആയിട്ടും വേണമെങ്കിൽ കഴിക്കാം. ഇതിനെല്ലാം കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു വെണ്ടയ്ക്ക മസാലയാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. ഈ ബിന്ദി മസാലയ്ക്ക് വേണ്ടി ഞാനിവിടെ ഒരു 8 വെണ്ടയ്ക്ക നല്ല കഴുകി വൃത്തിയാക്കി ഇങ്ങനെ നീളത്തിൽ നടുവി ഒന്ന് കീറിയിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇതിനെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഈ പാനിലേക്ക് ഞാൻ കുറച്ച് എണ്ണയും ഒഴിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഈ വെണ്ടയ്ക്ക നമ്മളുടെ ഈ എണ്ണയിലോട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ വെണ്ടയ്ക്ക ഞാൻ നല്ല ഹൈ ഫ്ലെയിമിലിട്ടാണ് ചെയ്യുന്നത്. ഈ സമയം നമുക്കിതിലേക്ക് അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ പെട്ടെന്ന് തന്നെ വെണ്ടയ്ക്ക നമുക്കൊന്ന് ഫ്രൈ ആക്കരുത്. ഇത് ഭയങ്കരമായിട്ട് ഡ്രൈ നല്ല ഇതായിട്ട് വരുമൊന്നും വേണ്ട, അതായത് നല്ല ചുമന്ന് വരുമൊന്നും വേണ്ട. അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് ഒരു ചെറിയൊരു കളർ മാറി വരണം. അത്രയും നേരം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ വെണ്ടയ്ക്ക കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഈ വെണ്ടയ്ക്കയെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൽ നിന്നും കോരിയെടുക്കാം. ഇതുകൊണ്ട് ഈ ഒരു കളർ വ്യത്യാസം, അതായത് അതിൻ്റെ കുരുവൊക്കെ ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇങ്ങനെ വറുത്ത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഈ വെണ്ടയ്ക്ക മസാലയ്ക്ക്. നമുക്കിതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അടുത്തതായി നമ്മളുടെ സെയിം പാൻ തന്നെ കുറച്ച് എണ്ണ ഞാൻ അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരല്പം ജീരകം ഇട്ട് കൊടുക്കുകയാണ്. അതായത് ഒരു 1/2 ടീസ്പൂണോളം ജീരകം ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം ജീരകം ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഞാനിതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്, ഇതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇതുകൂടാതെ ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കണം. അതായത് സവാളയുടെ പച്ച നിറമെല്ലാം മാറി പച്ചപ്പുള്ള ടേസ്റ്റ് എല്ലാം പോയി ഒന്ന് ചെറിയൊരു ലൈറ്റ് ബ്രൗൺ ആകാൻ തുടങ്ങുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മളുടെ സവാള ഒന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതുണ്ടോ, ചെറുതായിട്ടൊരു ബ്രൗൺ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഞാൻ ഇതിലേക്ക് ഒരല്പം കായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. കായപ്പൊടി ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല ഇടണമെന്ന്. ഈ കായപ്പൊടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ഈ ഒനിയനിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് പൊടികൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 3/4 ടേബിൾ സ്പൂൺ നമ്മളുടെ കൊറിയാണ്ടർ പൗഡർ അല്ലെ മല്ലിപ്പൊടി, ഒരു ടീസ്പൂണിൽ 1/2 ടീസ്പൂണ് ടർമറിക് പൗഡർ മഞ്ഞൾപ്പൊടി, ഇത്രയും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തീ കുറച്ച് വെക്കുക, ഇല്ലെങ്കിൽ നമ്മളുടെ പൊടി ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഒന്ന് മിക്സ് ആക്കി കൊടുത്ത ശേഷം ചെറുതായിട്ട് ഒന്ന് അതിൻ്റെ പച്ചപ്പ് പോകുന്നവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കുക. അതിനുശേഷം ഇതിലേക്ക് ഞാനൊരു മുഴുത്തൊരു തക്കാളി എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനിയും ഈ ടൊമാറ്റോയും നമ്മളുടെ മസാലയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി ഈ ടൊമാറ്റോ എല്ലാം ഒന്ന് വെന്ത് വരുന്നവരെ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ആയ ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇട്ടിട്ട് ഇനി നമ്മളിതിനെ നന്നായിട്ട് വഴറ്റി ഈ ചെറുതായിട്ട് ഇതിൽ നിന്നും എണ്ണ തെളിഞ്ഞു വരുന്നവരെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതായത് നമ്മളുടെ ഈ മസാലയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആവണം. മിക്സായി നന്നായിട്ട് വഴറ്റി ഒന്ന് എണ്ണ, ഇത് എത്രയും വഴറ്റുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും നമ്മളുടെ ഈ വെണ്ടയ്ക്ക മസാലയ്ക്ക്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി എണ്ണ തെളിയുന്ന വരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബിന്ദി മസാല നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇത് ഓയിലെല്ലാം കുറച്ച് തെളിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് തന്നെ ഇല്ല, അധികം പുളിയില്ലാത്ത തൈര്. അപ്പം നിങ്ങൾക്ക് നല്ല പുളിയുള്ള തൈരാണെങ്കിൽ നിങ്ങളൊരു 1/4 കപ്പ് ചേർത്താൽ മതിയാകും.
നന്നായിട്ട് ഫ്ലെയിം കുറച്ച ശേഷം ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഈ മസാലയായിട്ട് നമ്മൾ മിക്സ് ചെയ്യുക. ഈ സമയം നമ്മൾ ഇട്ടേച്ച് പോകരുത്, ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ മസാലയും നമ്മളുടെ തൈരും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് നല്ല ലോ ഫ്ലെയിം ഇട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നന്നായിട്ട് ഇതിനെ ഇളക്കി കൊടുക്കുക. ഇത് ചെറുതായിട്ടൊരു തിള വരും. ഇനി ഉള്ള തൈര് ശരിക്കും ഉള്ളത് മൊത്തം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇത് ചെറുതായിട്ടൊന്ന് തിള വന്ന് ഇപ്പം നിങ്ങൾക്ക് ഉപ്പൊക്കെ ഇനി ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഗ്രേവി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എനിക്ക് ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ട്, ഞാൻ അങ്ങോട്ട് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഞാനൊരല്പം കൂടി ഉപ്പ് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ശേഷം ഇതിപ്പോൾ ചെറുതായിട്ട് തിളയൊക്കെ വരുന്നുണ്ട്. ഈ സമയം നമ്മൾ ഇതിനകത്ത് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിക്കുക. ഇതൊരു സെമി ഗ്രേവി ആയിട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ടേസ്റ്റ്. ഡ്രൈ ആയിട്ട് ചെയ്യുന്നതും ടേസ്റ്റാണ്. എന്നാലും നമുക്ക് ചപ്പാത്തി, ചോറ് അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് ഇത് നന്നായിട്ടുള്ളത്. ഇത് നമ്മുടെ മസാല ഇട്ടുള്ളൊരു കറിയാണല്ലോ. അപ്പോൾ ചപ്പാത്തിക്ക്, പൊറോട്ട, പൂരി, പിന്നെ വൈറ്റ് റൈസ്, നമ്മുടെ റെഡ് റൈസ് അല്ല വൈറ്റ് റൈസിനാണ് ഈ കറി കുറച്ചും കൂടെ നല്ല ടേസ്റ്റി ആയിട്ട്. ഇത് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ അതുകൊണ്ട് ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് തിളച്ചെല്ലാം വരുമ്പോഴത്തേനും ഒന്നും കൂടെ തിക്കായി വരും. അതുകൊണ്ട് ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരണം. നന്നായിട്ട് ഈ സമയം നമുക്ക് ഇതിനകത്തേക്ക് ഒരു അല്പം ഗരം മസാല, അതായത് ഒരു ടേബിൾ സ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കുന്നു. ഗരം മസാല ഈ സമയം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കറിയിൽ നന്നായിട്ട് ആ ഫ്ലേവർ പിടിച്ചിരിക്കും. നമ്മൾ ആദ്യം തന്നെ വഴറ്റുമ്പോൾ ഇടാണ്ട് ഗരം മസാലയ്ക്ക് എപ്പോഴും ലാസ്റ്റ് തന്നെ ചേർക്കുന്നതാണ് നല്ല കറിക്ക് ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി ഇത് നമ്മൾ നന്നായിട്ട് തിളച്ച് വരണം. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ലിഡ് അടച്ചു വെച്ചാണ് തിളയ്ക്കാൻ വെച്ചത്. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അതായത് നമ്മളുടെ ഇങ്ങനെയുള്ള കറികൾക്കൊക്കെ അല്പം പഞ്ചസാര ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നന്നായിട്ട് തിളച്ച സമയത്ത് ഞാൻ ഇതിലേക്ക് നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന വെണ്ടയ്ക്ക ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുകയാണ്. വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തു. അതിനുശേഷം ഇത് നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി ഇനി ഇതൊന്ന് നന്നായിട്ട് ഈ മസാലയെല്ലാം വെണ്ടയ്ക്കായി പിടിച്ച വെണ്ടയ്ക്കയെല്ലാം ചെറുതായിട്ടൊന്ന് വെന്ത് വരണം. അത്രയും നേരം നമ്മൾ ഇതുകൂടെ ഞാൻ ഇതിൽ ഇപ്പോൾ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. ഇതിനകത്ത് മല്ലിയില നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഡിഷിലെല്ലാം മല്ലിയില ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഈ സമയം ഉപ്പെല്ലാം നോക്കുക. ഇപ്പം എനിക്ക് ഉപ്പ് പാകത്തിനാണ്. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് നന്നായിട്ടൊരു 3 മിനിറ്റ് കുക്ക് ചെയ്യാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ സമയം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതാ നമ്മളുടെ കറിയെല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമ്മളുടെ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണല്ലോ. നമ്മുടെ കേരളത്തിൽ അത്ര കോമൺ അല്ല ഈ വെണ്ടയ്ക്ക കറി. നമ്മൾ സാധാരണ ചോറിന് തേങ്ങയൊക്കെ അരച്ച് കറി വയ്ക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ കറി നമ്മൾ ചപ്പാത്തിക്കൊന്നും അത്രയ്ക്ക് ആൾക്കാർക്ക് പരിചയമുള്ളതല്ല. ഈ സമയം ഞാൻ ഇതിലേക്കൊരു 2 ചെറിയ ക്യൂബ് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. അതായത് നമ്മുടെ നോർത്ത് ഇന്ത്യൻ കറികളിലേക്ക് ടേസ്റ്റ് മേക്കർ എന്ന് പറയുന്നത് എപ്പോഴും ബട്ടർ തന്നെയാണ്. അതിനുശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇതുകൂടാതെ ഞാൻ ഇതിലേക്ക് അല്പം കസൂരി മേത്തി, അതായത് നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഡിഷിൽ അതായത് നമ്മുടെ ഉലുവയുടെ ഇല ഉണ്ടല്ലോ അത് ഉണങ്ങിപ്പൊടിച്ചാണ്. അത് ജസ്റ്റ് കൈ വെച്ച് ഇങ്ങനെ ഒന്ന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്ന ഒരു ഐറ്റമാണ് കസൂരി മേത്തി. ഇതും കൂടെ അല്പം ഇത്തിരി സ്പ്രിങ്കിൾ ചെയ്യുന്നു. ഇപ്പം നമ്മളുടെ ഇതിന് നല്ലൊരു മണമാണ് ഉള്ളത്. ഇതൊക്കെ ഓപ്ഷണലാണ്, ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. ഇപ്പം നമ്മളുടെ ഇനി ആ ബട്ടറൊക്കെ ഇതിനകത്ത് കിടന്ന് നമ്മൾ മെൽറ്റ് ആകാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല ചൂട് കറി ആയതുകൊണ്ട് ഇതിലേക്ക് ആ ബട്ടർ അപ്പോൾ തന്നെ മെൽറ്റ് ആയിക്കോളും. നമ്മളുടെ വെണ്ടയ്ക്ക കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇതാ നമ്മുടെ വെണ്ടയ്ക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല സ്മെല്ലാണ് കേട്ടോ. നിങ്ങൾക്കെല്ലാവർക്കും അത്ര പരിചിതമല്ലാത്തൊരു ഡിഷായിരിക്കാം, അതായത് നമ്മുടെ കേരളത്തിൽ അത്ര പരിചിതമുള്ളതല്ല. അപ്പോൾ എല്ലാവരും ഈ ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റാണ്. കണ്ടോ, വെണ്ടയ്ക്കയൊക്കെ നല്ല ഗ്ലേസി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തി, പൂരി, അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. വെള്ള റൈസിൻ്റെ കൂടെ ആയിരിക്കും കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമുക്കെന്താ, അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് പറയണം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ താങ്ക് യു, ബൈ ബൈ.